Hello students, welcome to STEM Genius. അപ്പോൾ നിങ്ങൾ NTSE എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത് റെഡി ആയിരിക്കുകയാണ്. NTSE എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. SCERTയുടെ വെബ്സൈറ്റിൽ ഓൾറെഡി 27th ഒക്ടോബറിനാണ് ഈ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കേരള സ്റ്റേജ് 1 NTSE എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എങ്ങനെയാണ് ആ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, ആ ഫീസ് എങ്ങനെ പേ ചെയ്യണം, അതേപോലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ അറ്റ് ദി എൻഡ് വരെ കാണുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും NTSE എഴുതാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം അപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ ഒരു ഇൻഫോർമേഷൻ ബ്രോഷറായിട്ട് SCERTയുടെ വെബ്സൈറ്റിൽ വന്നിരുന്നു. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. ആദ്യത്തേത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ദിവസം ഒക്ടോബർ 27. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒക്ടോബർ 27 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, മാത്രമല്ല ഫീസ് പേ ചെയ്യേണ്ട, ഫീസ് അക്സെപ്റ്റ് ചെയ്യുന്ന അവസാനത്തെ ഡേറ്റും ടൈമും തന്നിട്ടുണ്ട്. അത് നവംബർ 20, 11:45 രാത്രിയാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു മാസമില്ല, 3 ആഴ്ച, ഏകദേശം 20 ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഇനി ബാക്കിയുള്ളത് അപ്പോൾ നവംബർ 20 രാത്രി 11:45 വരെയാണ് ഫീസ് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിറ്റിംഗ് ഓൺലൈൻ അപ്ലിക്കേഷൻ അതെന്നാണ് നവംബർ 22 5 മണി വരെയാണ് അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് സമയം എന്ന് പറയുന്നത് നവംബർ 22 ആണ്. അപ്പോൾ ഈ ഡേറ്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ചില സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാനുണ്ടാകും. അങ്ങനെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ 1-2 ആഴ്ച എടുക്കും. എനിവേ നവംബർ 22 5 മണിക്ക് മുൻപായിട്ട് അത് എന്ത് ചെയ്യണം, തീർക്കണം. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ വെരിഫിക്കേഷൻ ഓഫ് ദി ആപ്ലിക്കേഷൻ ബൈ പ്രിൻസിപ്പൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ ഇത് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്തിട്ട് അപ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഉള്ള അവസാനത്തെ ഡേറ്റ് ആണ് നവംബർ 25. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രിൻസിപ്പൾ 25-ാം തീയതിക്ക് മുൻപായിട്ട് അത് വെരിഫൈ ചെയ്തിട്ടുണ്ട് എന്നും കൂടെ നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. അഥവാ ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനാണ് സ്കൂളിൽ ഒന്ന് വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യം കൂടെ ഒന്ന് കൺഫേം ചെയ്യുക. ഇനി എത്രയാണ് അപ്ലൈ ചെയ്യാനുള്ള ഫീസ്? സോ ജനറൽ അതുപോലെ തന്നെ OBC കാറ്റഗറികൾക്കെല്ലാം 250 റുപ്പീസാണ് എക്സാം എഴുതാനുള്ള ഫീസ്. SC ST കാറ്റഗറിക്ക് മാത്രമാണ്, SC ST അതുപോലെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാറ്റഗറിക്ക് മാത്രമാണ് 100 റുപ്പീസ്. ബാക്കി എല്ലാവർക്കും 250 രൂപയാണ് എക്സാം എഴുതാനുള്ള ഫീസ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഇത്രയും ഡേറ്റുകളാണ് അനൗൺസ് ചെയ്തത്. മാത്രമല്ല നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന 2 ഡേറ്റുകൾ കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഏതാണത്? ജനുവരി 30, 2022 നമ്മുടെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി എക്സാമിനേഷൻ്റെ ടൈം എന്ന് പറയുന്നത് രാവിലത്തെ സെഷനിൽ മാറ്റ് എക്സാം ആണ് കണ്ടക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം സാറ്റ് എക്സാം ആണ് കണ്ടക്ട് ചെയ്യുക, 1:30 മുതൽ 3:30 വരെ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻഫോർമേഷൻ ബ്രോഷറിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകൾ. ഇനി നമുക്ക് അപ്ലിക്കേഷനിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് എന്താണ് എക്സാമിനേഷൻ്റെ സ്കീം ഒന്നും കൂടെ ഓടിച്ച് നോക്കാം. അപ്പോൾ മെൻ്റൽ എബിലിറ്റി ഫസ്റ്റ് പേപ്പർ, അതിന് 100 മാർക്കാണ് ഉണ്ടാവുക. നിങ്ങൾക്കറിയാം 100 ചോദ്യങ്ങൾ, 120 മിനിറ്റിൻ്റെ എക്സാമാണ്, 100 മാർക്കാണ് ഉണ്ടാവുക. ഓക്കെ, ക്വാളിഫൈ മാർക്ക് എന്ന് അവർ നിശ്ചയിച്ചിട്ടുള്ളത് 32% SC STക്കും അതേപോലെ 40% ബാക്കി എല്ലാവർക്കും 40%ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ള മിനിമം മാർക്കുകളാണ്. എന്ന് വെച്ച് 40% കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഈ എക്സാം ക്വാളിഫൈ ചെയ്യുന്നല്ല, മിനിമം 40%. ഓക്കെ, ഏറ്റവും ടോപ്പ് നിങ്ങൾക്കറിയാലോ, കേരളത്തിൽ നിന്ന് ഒരു വർഷം സ്റ്റേജ് 1 ഏകദേശം 240 കുട്ടികളാണ് സെലക്ട് ചെയ്യപ്പെടുക. അപ്പോൾ അവരുടെയൊക്കെ മാർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും 40 ആവില്ല, അതിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത എക്സാമാണ്. ഇനി SAT സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും സെയിം പാറ്റേൺ തന്നെയാണ്. 100 ക്വസ്റ്റ്യൻ, 2 മണിക്കൂറിൻ്റെ എക്സാം, 20 ക്വസ്റ്റ്യൻ മാത്സ്, 40 സോഷ്യൽ സയൻസ്, 40 സയൻസ്. ഓക്കെ, അതിലും 40% ആണ് മിനിമം നിങ്ങൾ സ്കോർ ചെയ്യേണ്ട, ക്വാളിഫൈ ചെയ്യാൻ വേണ്ട മാർക്ക്. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഫോർ സബ്മിറ്റിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കരുതിയിരിക്കേണ്ട എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് വേണം, എന്തൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കംപ്ലീറ്റ് ഈ ഒരു പ്രൊസീജിയറിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും വരുത്താതെ നിങ്ങൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണ്ടതൊരു വാലിഡ് ഇമെയിൽ ID ആണ്. അത് പ്രത്യേകം Gmail അക്കൗണ്ട് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിലൊരു വാലിഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ OTP ഒക്കെ വന്നാൽ അത് നോക്കിയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന വർക്കിംഗ് ആയിട്ടുള്ളൊരു ഇമെയിൽ അക്കൗണ്ട് വേണം. അത് ഗൂഗിളിൻ്റെ തന്നെ Gmail ID തന്നെ ഉണ്ടായിരിക്കണം. മാത്രമല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പറും വേണം. പിന്നെന്താ വേണ്ടത്? ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സോഫ്റ്റ് കോപ്പി വേണം. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഹാർഡ് കോപ്പി അല്ല, പകരം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ് കോപ്പി വേണം. അതിന് കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഫോട്ടോയുടെ ഫയൽ സൈസ് ബിറ്റ്വീൻ 40 KB ആൻഡ് 60 KB ആയിരിക്കണം. 40-60 KBക്ക് ഇടയിലായിരിക്കണം ഫയലിൻ്റെ സൈസ് ഉണ്ടായിരിക്കേണ്ടത്. രണ്ടാമത്തത്, ആ ഫയലിൻ്റെ ഡയമെൻഷൻസ്, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും
150/200 വിഡ്ത്ത് 150യും ഹൈറ്റ് 200 പിക്സൽസുമായിട്ടുള്ള ഫയൽ സൈസ് ആയിരിക്കണം ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് ഉണ്ടാവേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം, ഇമേജിൻ്റെ ടൈപ്പ് JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം ഇമേജ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോ സപ്പോസ് ഇതിനേക്കാൾ കൂടുതലാണ് സൈസ് അല്ലെങ്കിൽ ഈ ഒരു ഡയമെൻഷനിലല്ല ഉള്ളതെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എല്ലാവർക്കും പെയിൻറ് എന്ന് പറയുന്ന സിമ്പിൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫോട്ടോയുടെ സൈസും അതേപോലെ തന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ മാറ്റാവുന്നതാണ്. അത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. മൂന്നാമതായിട്ട് വേണ്ടത് നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളുടെ കയ്യൊപ്പിൻ്റെ ഫോട്ടോഗ്രാഫാണ്. അതിനും 2 കണ്ടീഷൻസ് ഉണ്ട്. മാക്സിമം സൈസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 40 KB and 60 KB ആയിരിക്കണം ആ ഫയലിൻ്റെ സൈസ്. ഓക്കെ, അതിൻ്റെ ഫോർമാറ്റും JPEG തന്നെയാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ആദ്യം റെഡിയാക്കി വെക്കണം. ഒന്ന് നിങ്ങളുടെ ഇമെയിൽ ID ആൻഡ് മൊബൈൽ നമ്പർ, രണ്ടാമത്തത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഈ പറയുന്ന കണ്ടീഷൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മൂന്നാമത്തത് നിങ്ങളുടെ സിഗ്നേച്ചറിൻ്റെ ഫോട്ടോ. ഓക്കെ, ഇത് 3ഉം അപ്ലോഡ് ചെയ്ത് 2ഉം അപ്ലോഡ് ചെയ്യാൻ റെഡി ആയിട്ട് ഉണ്ടാവണം. പിന്നെ എന്താ വേണ്ടത്? റെലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുള്ളവർക്ക് SC SC ST കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. OBC കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ നോൺ ക്രീമി ലെയറിലാണെന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഒരു കുട്ടിക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ നോൺ ക്രീമി ലെയർ? അപ്പോൾ നിങ്ങൾ OBC കാറ്റഗറിയിലാണ്, മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം, ഇതെന്താണ് ആനുവൽ ഇൻകം 8 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ അർഹരാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് OBC കാറ്റഗറിയിലുള്ള റിസർവേഷനും കിട്ടും. ഓക്കെ, അപ്പോൾ ഫാമിലിയുടെ ഇൻകം വർഷത്തിൽ 8 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുന്നത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ പോരാ. നമുക്ക് NTSE എന്ന് പറയുന്നത് നാഷണൽ ലെവലിലേക്ക് പോകാനുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ താലൂക്ക് ഓഫീസിൽ പോയി തഹസിൽദാറുടെ സൈനും സീലുള്ള OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് തന്നെ വേണം. ഓക്കെ, അത് പ്രത്യേകം ഓർക്കുക. അടുത്തത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു റിസർവേഷൻ കാറ്റഗറിയാണ് EWS. അതായത് ജനറൽ കാറ്റഗറിയിലുള്ള എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാറ്റഗറിയാണ് EWS. അപ്പോൾ നിങ്ങൾ EWSന് അർഹരാണോ എന്ന് ചെക്ക് ചെയ്യുക ആണെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരു കുട്ടിക്ക് ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് SC STയും OBCയും EWS എല്ലാം കൂടെ ഉണ്ടാവില്ല. നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. ഓക്കെ, നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യാം. ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസേബിലിറ്റി ഉണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം. ഇനി ഈ സർട്ടിഫിക്കറ്റുകളുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എല്ലാ സർട്ടിഫിക്കറ്റുകളും സ്കാൻ ചെയ്ത് PDF ഫോർമാറ്റിൽ റെഡിയാക്കി വെക്കണം. അതിൻ്റെ സൈസ് 500 KB കൂടാൻ പാടില്ല. ഓക്കെ, ആ PDF ഫയലിൻ്റെ സൈസ് 500 KB കൂടാൻ പാടില്ല. അഥവാ കൂടുതലാണെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് PDFൻ്റെ ഫയൽ സൈസ് കുറക്കുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് PDFൻ്റെ ഫയൽ സൈസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് രജിസ്ട്രേഷൻ ലിങ്കാണ്, ആക്ച്വൽ രജിസ്ട്രേഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു ലിങ്ക് ഓൾറെഡി നിങ്ങൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും, അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റിൽ എത്താൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീ പേയ്മെൻ്റ് ആണ്. രജിസ്ട്രേഷനൊക്കെ മുൻപായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഫീ പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ ലിങ്കിൽ ചെന്നിട്ട് ആ വെബ്സൈറ്റിൽ ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി രജിസ്ട്രേഷൻ പ്രോസസ്സ് വെബ്സൈറ്റിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എത്താൻ പോകുന്നത് SCERTയുടെ NTSE രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഈ വെബ്സൈറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്ത് കാണാൻ പറ്റും? ന്യൂ രജിസ്ട്രേഷൻ കാണാൻ പറ്റും. അതേപോലെ ലോഗിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാണും. അപ്പോൾ ആദ്യമായിട്ടൊരു കുട്ടി വെബ്സൈറ്റിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഏതാണ്? രജിസ്ട്രേഷൻ, ന്യൂ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തപ്പം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു പ്രത്യേക ഇവിടെ ഒരു ബോക്സ് കാണാം, അഗ്രി എന്ന് പറയുന്ന ബോക്സ് ടിക്ക് ചെയ്താൽ മാത്രമേ ന്യൂ രജിസ്ട്രേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കുക. അഗ്രി എന്നുള്ള ബോക്സ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ന്യൂ രജിസ്ട്രേഷനിലേക്ക് പോവാം. ഓക്കെ, ന്യൂ രജിസ്ട്രേഷനിൽ കാണുന്ന പേജാണിത്. അണ്ടർസ്റ്റുഡ്? ന്യൂ രജിസ്ട്രേഷനിൽ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഒന്ന്, സ്കോളർഷിപ്പ് യു വാണ്ട് ടു രജിസ്റ്റർ. അതിൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യും? NTSE സെലക്ട് ചെയ്യും. മാത്രമല്ല കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും റെഗുലർ ആണ് എടുക്കുക. കാരണം സ്കൂളിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികൾ റെഗുലർ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓപ്പൺ സ്കൂളായിട്ട് പ്രോഗ്രാമിൽ ഏതെങ്കിലും കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരാണ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേര്, നെയിം ഓഫ് കാൻഡിഡേറ്റ്, ഇതെല്ലാം കൃത്യമായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ സ്കൂൾ രേഖകൾ, റെക്കോർഡുകളിലുള്ള സർട്ടിഫിക്കറ്റിലുള്ള പോലെ തന്നെ ഫില്ല് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫീ കാറ്റഗറിയിൽ SC STക്കാർ ഓരോരുത്തരും അവരവരുടെ കാറ്റഗറി സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയില്ലേ, ജനറൽ സെലക്ട് ചെയ്താലും 250 വരും, OBC സെലക്ട് ചെയ്താലും 250 തന്നെയാണ് വരിക. SC അല്ലെങ്കിൽ ST സെലക്ട് ചെയ്താൽ മാത്രമാണ് 100 rupees വരിക. ബാക്കി എല്ലാവർക്കും എന്താണ്? 250 rupees ആണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ചൂസ് ഫയൽ ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിന് താഴെ വീണ്ടും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീറ്റെയിൽസ്, അപ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിന് താഴെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡിയിങ് ഇവിടെ വരുന്നുണ്ടാവും. അത് നിങ്ങൾ ഏത് സ്കൂളാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. അഥവാ നിങ്ങളുടെ സ്കൂൾ ഈ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങളുടെ സ്കൂളിനെ കോൺടാക്ട് ചെയ്യുക. പ്രിൻസിപ്പളിനെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു ലിസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ അവരോട് പറയാം. ഓക്കെ, ഒരു തവണയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്കൂളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ വരും. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത സ്കൂളുകളാണ് ഈ ഒരു ലിസ്റ്റിൽ പെടാതിരിക്കുക. അത് സ്കൂളിനെ നോട്ടിഫൈ ചെയ്തിട്ട് അവരെ അറിയിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? പിൻകോഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ ഏരിയ ഇൻ വിച്ച് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ലൊക്കേറ്റഡ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഇനി മുൻപിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇവിടെ 2 കോളം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്താണ്? SB കളക്ട് റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള, അതേപോലെ റെഫറൻസ് ഡേറ്റും. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഫീസ് അടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ബ്ലൂ കളറിലുള്ള ലിങ്ക് ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ് ക്ലിക്ക് ഹിയർ, SB കളക്ട് ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ രജിസ്ട്രേഷൻ പേജിലേക്ക് വരിക, ഈ ഇൻഫർമേഷൻ ഒക്കെ ഫില്ല് ചെയ്യണം. പക്ഷേ അതിൻ്റെ മുൻപായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ബ്ലൂ ലിങ്കിൽ പോയിട്ട് അടുത്ത ലിങ്കിലേക്ക് ഇതെന്ത് ചെയ്യും? ഫോർവേഡ് ചെയ്യും. സ്റ്റേറ്റ് ബാങ്കിൻ്റെ കളക്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകും. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ഫീസ് അടക്കേണ്ടത്. അഗൈൻ ഈ ഒരു ഐ ഹാവ് റെഡ് അക്സെപ്റ്റഡ് എന്നുള്ള കോളം ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യുക. ഇതാണ് സ്റ്റേറ്റ് ബാങ്ക് കളക്ട്. ഇതിലാണ് നമ്മൾ ഫീസ് അടക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യുക. നിങ്ങൾ ജനറൽ കാറ്റഗറിയാണ് അല്ലെങ്കിൽ SC ST, ജനറൽ ആണെന്നുണ്ടെങ്കിൽ ജനറൽ സെലക്ട് ചെയ്യുക. അഗൈൻ സ്റ്റേറ്റ് ബാങ്കിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എന്ത് ചെയ്യേണ്ടി വരും? ഇൻഫർമേഷൻ ഫില്ല് ചെയ്യേണ്ടി വരും. ഓക്കെ, സ്റ്റേറ്റ് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ നെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ആധാർ നമ്പറൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ഇമെയിൽ ID, അതേപോലെ റിമാർക്സ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഓർത്ത് വെക്കാൻ വേണ്ടി ഇവിടെ NTSE രജിസ്ട്രേഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. അതിൻ്റെ താഴെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. താഴെ ഈ ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രിൻ്റ് എടുക്കുക. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഈ കാണുന്ന ഇമേജിൽ കാണുന്ന നമ്പറും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകും. ഓക്കെ, അടുത്ത പേജിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നെറ്റ് ബാങ്കിങ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡെബിറ്റ് കാർഡ്, ATM കാർഡുകൾ ഉപയോഗിക്കാം. അങ്ങനെ അത് രണ്ടും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഫീ അടക്കുക. ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. ഓക്കെ, ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റെഫറൻസ് നമ്പർ എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ആ റെഫറൻസ് നമ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അടുത്ത ഇൻഫർമേഷൻ, അതായത് നമ്മൾ ആദ്യം കണ്ട രജിസ്ട്രേഷൻ പേജിൽ ആ റെഫറൻസ് നമ്പറാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് കളക്ട് എന്നുള്ള ഈ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫീസ് അടക്കേണ്ടത്. അണ്ടർസ്റ്റുഡ്? അങ്ങനെ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ പോകും. ഞാൻ പറഞ്ഞ പോലെ ATM കാർഡ് സെലക്ട് ചെയ്യുക. ATM കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ഫീസ് 250 രൂപ അടക്കുക. OTP വരും. അത് ഫില്ല് ചെയ്താൽ ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആകും. ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി ആ റെഫറൻസ് നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക? നമ്മുടെ രജിസ്ട്രേഷൻ പേജിലേക്ക് തിരിച്ചു വരാം. രജിസ്ട്രേഷൻ പേജിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഇൻഫർമേഷനും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? കൊടുക്കുക. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് എല്ലാ ഇൻഫർമേഷനും കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്തും കൊടുക്കണം? നമ്മുടെ SBI കളക്റ്റിൻ്റെ റെഫറൻസ് നമ്പർ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ കാണാൻ പറ്റും. എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് DUH93 എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലത്തെ ഒരു റെഫറൻസ് നമ്പർ പേയ്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കിട്ടും. റെഫറൻസ് ഡേറ്റ്, ഏത് ഡേറ്റിലാണ് നിങ്ങൾ പേ ചെയ്തത് അതും സെലക്ട് ചെയ്യാം. ബാക്കി എല്ലാ ഇൻഫർമേഷനും നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. അതോടെ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ പ്രോസസ്സ്. ഫീസ് അടക്കുക, ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫിൽ ചെയ്തിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ മെയിലിലേക്ക് ഉടനെ എന്ത് ചെയ്യും? ഒരു ഇമെയിൽ IDയിലേക്ക്, നിങ്ങളുടെ ഇമെയിൽ IDയിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം ഇവിടെ യൂസർ നെയിം ഫില്ല് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, പാസ്വേഡ് സെലക്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുക. ലോഗിൻ ചെയ്യാൻ വേണ്ടി പിന്നെ ഫ്യൂച്ചറിൽ ഉപയോഗിക്കേണ്ട യൂസർ നെയിമാണ്. അത് ഏറ്റവും ഓർമ്മിക്കുന്ന രീതിയിലുള്ള യൂസർ നെയിം തന്നെ സെലക്ട് ചെയ്യുക. പാസ്വേഡും കൊടുത്തിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് ഇനി എന്തൊക്കെയാണ് ചെയ്യാനുണ്ടാവുക ഫ്യൂച്ചറിൽ എന്നുള്ളത് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫീസ് അടച്ചിട്ടുണ്ടാവും, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞൊരു മെയിലൊക്കെ വന്നിട്ടുണ്ടാവും. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ കംപ്ലീറ്റ് ആയാൽ നമ്മുടെ ഈ ഒരു രജിസ്ട്രേഷൻ്റെ വീഡിയോ തന്നെ തീരുകയാണ്. കംപ്ലീറ്റ് പേയ്മെൻറ്റ് ലിങ്ക് ഫസ്റ്റ്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ ചെയ്യേണ്ടത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
നോ റീഫണ്ട് ഓഫ് അപ്ലിക്കേഷൻ വിൽ ബി പ്രൊവൈഡഡ്. അതായത് ഒരു തവണ ഫീസ് അടച്ചാൽ അതൊരിക്കലും റീഫണ്ട് ചെയ്ത് കിട്ടില്ല. ഓക്കെ, അപ്പോൾ എക്സാം എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾ ഫീസ് അടക്കുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, അതിനിടയ്ക്ക് വേറെ തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. കാരണം ഒരു തവണ ഫീസ് അടച്ചാൽ പിന്നെ എന്ത് ചെയ്യില്ല, അത് റീഫണ്ട് കിട്ടില്ല എന്ന് പ്രത്യേകം ആദ്യമേ അവർ പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ റെമിറ്റിംഗ് ഫീ യു വിൽ ഗെറ്റ് എ SB കളക്ട് റെഫറൻസ് നമ്പർ. ഫീസ് അടച്ചതിൻ്റെ അവസാനത്തെ പേജിലെത്തിക്കഴിഞ്ഞാൽ ഒരു റെഫറൻസ് നമ്പർ കിട്ടും, സ്റ്റാർട്ടിങ് വിത്ത് D. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അത് SMS ആയിട്ടും എത്തും. മനസ്സിലാവുന്നുണ്ടോ? സോ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ലോഗിൻ വിത്ത് ദ യൂസർ ID ആൻഡ് പാസ്വേഡ്. നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? നമ്മുടെ ലോഗിൻ പേജിൽ പിന്നെ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നേരെ ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. അപ്ലിക്കേഷൻ ഫോമിൽ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. നിങ്ങളുടെ പേര്, അതേപോലെ കാറ്റഗറി എന്ന് തുടങ്ങിയുള്ള കുറച്ച് ഇൻഫർമേഷൻ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ഓരോന്ന് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഫൈനലി അത് സബ്മിറ്റ് ചെയ്യുക. സോ യു ക്യാൻ സബ്മിറ്റ് ദി അപ്ലിക്കേഷൻ ആൻഡ് ടേക്ക് ദ പ്രിൻ്റ് ഔട്ട് ഓൺലി ആഫ്റ്റർ 24 hours. സോ 3 സ്റ്റെപ്പുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന്, ഫീസ് അടക്കുക. രണ്ടാമത്തത് ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ. മൂന്നാമത്തത് ലോഗിൻ ചെയ്തതിന് ശേഷമുള്ള ബാക്കി അപ്ലിക്കേഷൻ ഫില്ലിംഗ്. അതിനുശേഷം ഫൈനലി സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ആ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം 24 മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾക്ക് ആ ഒരു അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 24 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കയ്യിൽ വെക്കാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഹോൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ NTSE അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ബാക്കി ചെയ്യേണ്ടത് സ്കൂളിലെ പ്രിൻസിപ്പാളാണ്. അവർക്ക് അവരുടേതായ ഡിഫറെൻറ്റ് വെബ്സൈറ്റ് ഉണ്ട്, അവർ അതിൽ ചെന്നിട്ട് ഇത് വെരിഫൈ ചെയ്തിട്ട് അപ്രൂവ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. ഡേറ്റുകൾ നമുക്ക് ഒന്നും കൂടെ ഡേറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. സോ അഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഈ 27th ഓൾറെഡി ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നവംബർ 20 നമ്മൾ പറഞ്ഞ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. 22 അപ്ലിക്കേഷൻ സബ്മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. 25 നവംബറിനാണ് പ്രിൻസിപ്പൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കേണ്ടത്. സോ ഇത്രയേ ഉള്ളൂ NTSEയുടെ സ്റ്റേജ് 1 കേരള അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓൺലൈൻ പ്രോസസ്സ്. കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഫോട്ടോഗ്രാഫിൻ്റെ സൈസ്, ഡയമെൻഷൻസ്, അതുപോലെ സിഗ്നേച്ചറിൻ്റെ സൈസ് എങ്ങനെ മാറ്റണം, PDF-ൻ്റെ സൈസ് കുറക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിലിടുക. നമുക്ക് അതുമായിട്ടുള്ള ഒരു സ്പെസിഫിക് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സോ വൺസ് അഗെയിൻ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. NTSE എഴുതാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികൾക്കും ഇത് എന്ത് ചെയ്യാം, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.